നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചെമ്മീൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ചെമ്മീൻ്റെ മുൻവശം ആദ്യം കട്ട് ചെയ്യുക, കാലുകളും നീക്കം ചെയ്യുക. അതിനുശേഷം ചെമ്മീൻ്റെ തൊലി പൊളിച്ചെടുക്കുക. ചെമ്മീൻ്റെ തൊലിയെല്ലാം പൊളിച്ചതിന് ശേഷം വാല് ഭാഗത്തുനിന്ന് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുറിഞ്ഞു പോകാതെ നമുക്ക് ചെമ്മീൻ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു രീതി തലയിലെ തൊണ്ട് മാറ്റാതെ തന്നെ ചെയ്യുന്നതാണ്. അതിനുശേഷം ചെമ്മീൻ്റെ മുതുകുവശത്തു കൂടി നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു കറുത്ത നൂല് പോലത്തെ ഒരു ഞരമ്പ് കാണും, അതെടുത്ത് പുറത്ത് കളയുക. ഇത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ കാണിക്കാം. ആദ്യത്തേത് പോലെ തന്നെ മുൻവശം കട്ട് ചെയ്ത് കളയുക. ഇതിൻ്റെ തലയുടെ ആ ഷെല്ല് നീക്കുന്നത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ചെമ്മീൻ പൊളിക്കുന്നതിന് മുന്നിൽ തന്നെ ഞാൻ പലതവണ ഇത് കഴുകിയിരുന്ന് അതിൽ വല്ല മണ്ണ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ഇങ്ങനെ ബ്ലഡ് വരുന്നത് വളരെ ഫ്രഷായ ചെമ്മീനായതുകൊണ്ടാണ് ഇങ്ങനെ പൊളിക്കുമ്പോൾ ബ്ലഡ് വരുന്നത്. നമ്മളിത് പൊളിച്ചതിന് ശേഷം വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നേരത്തെ ഞാൻ വാഷ് ചെയ്തതാണിത്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്ക് ഏകദേശം ഒരു 100 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നൈസായിട്ട് അരിഞ്ഞത്, നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. കൂടാതെ കറിവേപ്പിലയും ചെറിയ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞതും ചേർക്കുക. കൊത്തിയരിഞ്ഞ് ചെറിയ ഇഞ്ചിയും ചേർക്കുക. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, ഓരോ ആൾക്കാരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുടംപുളിയാണ്, വളരെ ചെറിയ ഒരു കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നത് കൊണ്ട് ചെമ്മീനിലുള്ളൊരു മധുരം മാറിക്കിട്ടും. പിന്നെ അതുകൂടാതെ നമുക്ക് വയറിന് നല്ലതാണ് ഒരു കഷ്ണം ചെറിയ പുളി ഇടുന്നത്. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മുഴുവനും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചെമ്മീൻ തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമാകും. ആ വെള്ളത്തിൽ തന്നെ ഈ ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയാണ്. അത് നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റുന്ന സമയമൊന്നും നഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് പൊത്തി വെച്ച് മൂടി വെക്കുക. ഇപ്പോൾ നല്ലതുപോലെ ചെമ്മീൻ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെമ്മീൻ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളച്ച് ഒരുവിധം നന്നായിട്ട് കറി കുറുകി വരുമ്പോഴേക്കും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരുവിധം നന്നായിട്ട് കുറുകുന്നത് വരെ ആ വെളിച്ചെണ്ണയിലിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം ഉള്ളിയെല്ലാം ഇതിനോടൊപ്പം വെന്ത് ചേർന്നിട്ടുണ്ട്. നല്ല കൊഴുപ്പോടുകൂടിയുള്ള ഒരു ചെമ്മീൻ കറിയാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായൊരു ചെമ്മീൻ കറിയാണ്. അതിനുശേഷം കുറച്ച് പച്ച കറിവേപ്പില കൂടി ഇതിനോടൊപ്പം ചേർക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.